എവിടെ നിന്നാണ് ഒറിജിനൽ കാസിയോ വാച്ചുകൾ വാങ്ങാൻ പറ്റുക? ഓൺലൈനിൽ വാച്ച് വാങ്ങി അത് ഒറിജിനൽ ആണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എനിക്ക് ഏറ്റവും അധികം കിട്ടാറുള്ളത്. അതിനൊരു പരിഹാരം കാണാം നമുക്ക്. ഒറിജിനൽ കാസിയോ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലോട്ടാപ്പിര അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ MG റോഡിൽ മെട്രോ പില്ലർ 663 അടുത്തായിട്ട് കാസിയോയുടെ ഒരു എക്സ്ക്ലൂസീവ് ബൊട്ടീക്ക് ഔട്ട്ലെറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ഔട്ട്ലെറ്റിന്റെ അഡ്രസ്സ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ കിട്ടും. ഞാൻ മുമ്പും പലർക്കും സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ തന്നെയാണിത്. ഇവിടെ വന്നിട്ട് സ്റ്റോറൊക്കെ ഒന്ന് കാണുക, വാച്ചുകളും കാണണം, പിന്നെ ഒരു വാച്ച് വാങ്ങണം. ഇതൊക്കെയാണ് പ്ലാൻ. കാസിയോയുടെ കേരളത്തിലെ ബെസ്റ്റ് ഔട്ട്ലെറ്റുകൾ പറഞ്ഞത്. ഏത് പുതിയ മോഡൽ വന്നാലും ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും. നേരിട്ട് വന്ന് വാങ്ങുന്നതാണ് എപ്പോഴും ബെസ്റ്റ് എക്സ്പീരിയൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യോജിച്ച സൈസ് നമുക്ക് കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ വരെ വരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വാച്ച് അവർ കൊറിയർ ആയിട്ട് അയച്ചു തരും. കാസിയോയുടെ എക്സ്ക്ലൂസീവ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ ആണോ എന്നുള്ള സംശയത്തിന്റെ ആവശ്യമില്ല. നമുക്ക് ഏത് വാച്ചുകൾ വേണമെങ്കിലും ഇവിടെ ഉണ്ട്. അതിപ്പോ G-Shock ആയാലും, എഡിഫൈസ് ആയാലും, വിന്റേജ് ആയാലും, MTP സീരീസ് ആയി കഴിഞ്ഞാലും, അല്ലാന്നുണ്ടെങ്കിൽ ലേഡീസിന്റെ LTP സീരീസ്, അല്ലാന്നുണ്ടെങ്കിൽ ലേഡീസിന് വേണ്ടിയിട്ടുള്ള G-Shocks, അല്ലെങ്കിൽ അതിന്റെ തന്നെ മിഡിൽ സൈസ് വേർഷൻസ്, കംപ്ലീറ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ വാച്ചുകളും ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാനുള്ള സമയം ഉണ്ടാവില്ല. എന്നാലും കുറെ വാച്ചുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. G-Shockൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ 5600 സീരീസ്, 6900 സീരീസ്, നമ്മുടെ G-Shockന്റെ ഒരു മുഖം എന്ന് പറയാനുള്ള 110 സീരീസ്, പിന്നെ ദ ഫേമസ് കാസിയോ GA 2100 സീരീസ്, ഇതെല്ലാം ലിമിറ്റഡ് എഡിഷൻ മോഡൽസ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. G-Mix വാച്ചുകളുണ്ട്, GA 2100ന്റെ മെറ്റൽ കവേർഡ്, ഫുൾ മെറ്റൽ, എല്ലാ കംപ്ലീറ്റ് കളക്ഷനും ഉണ്ട്. പിന്നെ MTG കളക്ഷൻ ഉണ്ട്. 110 സീരീസിലെ മെറ്റൽ കവേർഡ് മോഡൽസ് ആണിത്. പിന്നെ ഇത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ സൈസ് GST B600 G-Shock ആണ്. സൈസ് ഡിഫറൻസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇത് പുറത്തെടുത്ത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. കാണിച്ചു തരാം. ഇതൊരു MTG 3000 ആണ്. ഏകദേശം ഒരു 90,000 രൂപ വില വരും. ഇനി രണ്ടും കൂടി കാണുമ്പോഴാണ് ഈ ഒരു വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. ഇതിൽ ഭൂരിഭാഗവും ലിമിറ്റഡ് എഡിഷൻ മോഡലുകളാണ്. പിന്നെ നമ്മുടെ മാസ്റ്റർ ഓഫ് G സീരീസിൽപ്പെട്ട എല്ലാ വാച്ചുകളും തന്നെയുണ്ട്. മാസ്റ്റർ ഓഫ് G ലാൻഡിലെ, അതായത് നമ്മുടെ മഡ് മാസ്റ്റർ, മഡ് മാൻ, റേഞ്ച് മാൻ, പിന്നെ മാസ്റ്റർ ഓഫ് G എയറിലെ ഗ്രാവിറ്റി മാസ്റ്റർ എല്ലാം ഉണ്ട്. പിന്നെ പ്രോട്രക് സീരീസ് ഉണ്ട്. ഹാർട്ട് റേറ്റ് മോണിറ്റർ ഒക്കെ വരുന്ന G-Squad സീരീസിലെ DWH 5600 ഉണ്ട്. അത് മാത്രമല്ല കേട്ടോ, G-Squad റേഞ്ച് കംപ്ലീറ്റ് ഉണ്ട്. GBD 200 പിന്നെ ഇപ്പൊ കിട്ടാൻ കുറച്ച് പ്രയാസമായിട്ടുള്ള GBX 100 ഇവിടെ ഉണ്ട്. GA 2100 അഥവാ നമ്മുടെ കാസിയോക്കിന്റെ മെറ്റൽ കവേർഡ് ബേസിക് GAB സീരീസ്, അതിന്റെ തന്നെ മിഡിൽ സൈസ് വേർഷൻ, ആനിവേഴ്സറി ലിമിറ്റഡ് എഡിഷൻസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള മിഡിൽ സൈസ് വേർഷൻ G-Shock എല്ലാം അവൈലബിൾ ആണ്. അതിൽ തന്നെയുള്ള ബാർബി സ്പെഷ്യൽ എഡിഷൻ ആണത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ് കളറിലുള്ള ഒരു വാച്ചാണത്. പിന്നെ വിന്റേജ് സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ വിന്റേജ്, പ്രീമിയം വിന്റേജ് കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ഈ എഡിഫൈസിനെ കുറിച്ചിട്ട്. എഡിഫൈസ് പൊതുവില് വലിയ വാച്ചുകളാണ്, പക്ഷെ എഡിഫൈസിൽ നല്ല അടിപൊളി ചെറിയ മോഡലുകളും ഉണ്ട്. അതായത് ഒരു 6 ഇഞ്ച് റിസ്റ്റ് ഉള്ളവർക്കൊക്കെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മോഡലുകൾ അവൈലബിൾ ആണ്. അത് നമ്മൾ ഓൺലൈനിൽ എത്ര നോക്കിയാലും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. പിന്നെ MTP സീരീസ്, കാസിയോയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി അനലോഗ് വാച്ചുകളൊക്കെ അവിടെയാണല്ലോ ഉള്ളത്. പലതും നമ്മളൊരു ഇമേജ് ആയിട്ട് കാണുന്നതിനേക്കാൾ വളരെ മനോഹരമായിട്ടാണ് നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ലേഡീസിന് വേണ്ടിയിട്ടുള്ള LTP സീരീസ്. കാസിയോ ഒരിക്കലും ലേഡീസിനെ നിരാശപ്പെടുത്തുന്ന ഒരു ബ്രാൻഡ് അല്ല കേട്ടോ. ഫോർമൽ ആയാലും കാഷ്വൽ ആയാലും ലേഡീസിന് പറ്റിയ ഒരുപാട് മോഡൽസ് കാസിയോയുടേതായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ 50th ആനിവേഴ്സറി എഡിഷൻ മോഡലാണ്. അതിന്റെ തന്നെ റീക്രിസ്റ്റലൈസ്ഡ് വേർഷനും അവൈലബിൾ ആണ്. കാസിയോട്രോൺ ഉണ്ട്. കാസിയോട്രോൺ ഒരു ഐക്കോണിക് വാച്ചാണ്, നമുക്കറിയാലോ. കാസിയോയുടെ ഫസ്റ്റ് വാച്ചാണ്, അതിന്റെ റീക്രിയേഷൻ ആണ് കാസിയോട്രോൺ. പിന്നെ ഒറിജിൻ സീരീസ് അവൈലബിൾ ആണ്. J Balvin കൊളാബറേഷൻ മോഡൽസ് ഉണ്ട്. അതിന്റെ കൂടെ നമുക്കൊരു അഡീഷണൽ കേസ് ആൻഡ് സ്ട്രാപ്പ് ബ്ലാക്ക് കളറിലുള്ളതും കിട്ടൂട്ടാ. പിന്നെ PRJ B001 നൈലോൺ ഡ്രോപ്പ് സ്ട്രാപ്പ് മോഡലും അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ PRW 35, അത് ശരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വലുപ്പത്തിലുള്ള ഒരു പ്രോട്രക് ആണ്. പിന്നെ MTGയിലെ കിങ് B2000 YST, ഏകദേശം 1,00,000 രൂപയാണ് വില. അധികം സ്റ്റോറിലൊന്നും ഈ വാച്ച് കാണാൻ പറ്റാറില്ല. എല്ലാവരും ഇപ്പൊ അന്വേഷിച്ചെടുക്കുന്ന ഒരു മോഡലാണല്ലോ MRW 200. അതിന്റെ അപ്ഡേറ്റഡ് മോഡൽ എത്തിയിട്ടുണ്ട്. ഗ്രീൻ അലുമിനിയം ബെസൽ കിഡിലനാണ്. യൂസ് സീരീസിൽ അവൈലബിൾ ആയിട്ടുള്ള മോഡലുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. നേരിട്ട് പോയി വാങ്ങിയാലുള്ള ഒരു ഗുണം അവിടുത്തെ സ്റ്റാഫാണ്. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള, നമ്മുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ, നമ്മുടെ സൈസിന് പറ്റിയ ഒരു കിഡിലൻ വാച്ച് ഈസി ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഓഫറുകൾ കൂടുതലായിട്ട് ഓൺലൈനിലാണ് ഉണ്ടാവാന്ന് വിചാരിക്കേണ്ട. ഓൺലൈനിൽ കാണുന്ന അതേ പ്രൈസിനോ അല്ലാന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിനോ നിങ്ങൾക്ക് ഇവിടുന്ന് വാച്ച് എടുക്കാൻ പറ്റും. ഈ ഔട്ട്ലെറ്റിന്റെ വർക്കിംഗ് അവർ കാലത്ത് 10 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു സമയമാണ്. അത് തന്നെയല്ല, ആഴ്ചയിൽ 7 ദിവസവും വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞായറാഴ്ച പോയി വാങ്ങണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വാച്ച് വാങ്ങി ഇഷ്ടമായതുകൊണ്ട് 1 അല്ല 2 ശരിക്കും വാങ്ങി. ആ വാച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പിന്നെ ഔട്ട്ലെറ്റിന്റെ ഫോൺ നമ്പറും അതുപോലെ തന്നെ അഡ്രസ്സും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നേരിട്ട് കോൺടാക്ട് ചെയ്യാം. വാച്ചുകൾ കൂടാണ്ട് അവിടെ കാസിയോ ടൈം പീസസിന്റെ കളക്ഷനും അതുപോലെ വാൾ ക്ലോക്സിന്റെ കളക്ഷനും ഉണ്ട്. സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഞാൻ അതൊന്നും കവർ ചെയ്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ വീഡിയോ വളരെയധികം ലെങ്തി ആയി പോകും. അത് മാത്രമല്ല അവിടെ വാച്ചിന്റെ സർവീസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.